സെറീന ഡാ ഡാ എഴുന്നേക്കാം ഒരു മിനിറ്റ് താ. എഴുന്നേക്ക് എഴുന്നേറ്റോളാം. എഴുന്നേക്ക്. നിനക്ക് എങ്ങനെ ഇത്ര നല്ലൊരു രാവിലെ ഇങ്ങനെ ഉറക്കം കളഞ്ഞില്ലെന്ന് തോന്നുന്നേ? നിനക്ക് തോന്നില്ല, പക്ഷെ റെന്റ്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, EMI ഇതൊക്കെ സുനാമി വരണ പോലെ ആലോചിച്ചാൽ മതി. ഉറക്കമൊക്കെ പൊക്കോളും. എന്ത് ലോകാവസാനമായാലും ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ആരോട് പറയാൻ? എന്നാ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് എനിക്കാം. ഡാ 9 മണി എഴുന്നേക്ക്. അവിടെ ഒരു ഉറക്കം. ഡേ എനിക്ക് എടാ നമുക്കിന്നൊരു ഡേ കൂടെ ലീവ് എടുക്കാം. കുറച്ചൊക്കെ ഫ്രീ ഡേ ലൈഫിന് എന്തോ ത്രില്ല്. എന്താണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഫിലോസഫി? ഏത് ബുക്ക് വായിച്ച റീസെന്റ്? The subtle art of not giving a fuck. ഓണർ വന്ന് റെന്റ് വയ്ക്കുമ്പോഴും ഈ കോൺഫിഡൻസ് കാണണേ. പോടാ. ഗുഡ് മോർണിംഗ്. ഇത്തിരി വൈകി പോയി. അതൊന്നും സാറില്ല, നാളെ നേരത്തെ വരണേ. ആ ശരി. കോഫി കുടിക്കും. ഡാ എന്താ പറ്റിയ? പനിക്കുന്നുണ്ടോ? അപ്പൊ വേറെന്തോ ഉണ്ട്. ഓഹോ, അങ്ങനെയാണെ ഗസ്. ഡേറ്റ് ആയത് നിനക്ക്? ഓ അതൊന്നും അല്ല. Come on സാഗർ, bring something new. പിന്നെന്തുവാ? ഹോ, ഡേറ്റ് അല്ലല്ലോ, ഭാഗ്യം. ആ വന്നല്ലോ. എന്തായി? തലമുഖം ഞാൻ ആലോചിച്ചിട്ട് വല്ലതും കിട്ടിയോ? കിട്ടി മോളെ, കിട്ടി. ആഹാ, അങ്ങനെയാണോ? എന്നാ പറഞ്ഞാലും കേക്കട്ടെ. അത് പറ. അല്ല, അതിപ്പോ ഞാനെങ്ങനെ പറയാ? ഷെടാ, ഇതിപ്പോ ആരുടെ കാര്യം പറയുന്നേ? എന്റെയോ നിന്റെയോ? നാണം വെച്ച് പറയുന്നേ. ശരി 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 ശരി, വെയിറ്റ്. ഞാൻ പറയാൻ പോവാണേ. നീ ഒരു അമ്മയാൻ പോകുന്നു, ഞാനൊരു അച്ഛനും. നീ പ്രഗ്നന്റ് ആണ്, നമ്മുടെ കല്യാണം ഉടനെ വേണം. ഇതല്ല നീ ആലോചിച്ചേ? ഉണ്ടംപൊരി. ഇതൊന്നും അല്ല, ഫ്രഷ് ഗസിങ്. വേറെന്തുവാ? മതി മതി, തോൽവി സമ്മതിച്ചോ? ഒരു സമ്മതിക്കലുമില്ല. ഞാൻ ദേ കാര്യം പറയാൻ പോവാണേ. പറ മോനെ. നിനക്ക് ജോലി മടുത്തു തുടങ്ങി, അതല്ലേ കാര്യം? അതൊന്നും അല്ല. നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പൊ അതാണ് കാര്യം അല്ലേ? എടാ, ഐ തിങ്ക് ഐ ഷുഡ് ക്വിറ്റ് മൈ ജോബ്. ഞാൻ എന്തായാലും ആ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കേട്ടുണ്ട്, വിശ്വസിച്ചു. ഡാ, സീരിയസ് ആയിട്ട്. എന്റെ സെറിനെ, നീ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? ബിഗ് ബോസ് പോയാലോ? കപ്പടിക്കും തീർച്ചയായിട്ടും. പിന്നെ എന്റെ അടിപൊളി സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ. എന്ത് സ്ട്രാറ്റജി? സിമ്പിൾ. ഞാൻ അവിടെ ചെല്ലുന്നു, ആരെങ്കിലും ലവ് ട്രാക്ക് പിടിക്കുന്നു, അങ്ങനെ ഗ്രാൻഡ് ഫിനാലെ എത്തുന്നു, കപ്പടിക്കുന്നു. ഓടിച്ചെല്ലങ്ങോട്ട്. നിന്നിട്ട് പെങ്ങളെ ആമ്പിള്ളേരോട് വെറുതെ ഇരിക്കില്ലേ? ആണുങ്ങൾ വേണ്ട, പിന്നെ അവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ. ആ അത് മതി. ആണോ? ചുമ്മാ പറഞ്ഞതാ. എടാ, എനിക്ക് മടുത്തടാ ഈ ജോലി. ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. മടുത്തു. എടാ, നീ ജോബ് വിട്ട് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് മന്ത് പ്ലാൻ ചെയ്താ യൂറോ ട്രിപ്പോ? അതിനുള്ള ഫണ്ടൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ശരിക്കും നീ ജോബ് കിട്ടിയാൻ പ്ലാൻ ചെയ്തു? യെസ്. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ
ഞാൻ പിന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അതാ എൻ്റെ പ്രശ്നം. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് സ്റ്റിക്ക് വിത്ത് ദിസ് ജോബ് എനിമോർ. ഓക്കെ. എടാ ശരിക്കും നിനക്ക് എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിട്ടാണോ ജോബ് കിട്ടിയത്? ബാക്കപ്പ് പ്ലാൻ ഒന്നുമല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് സിനിമ ചെയ്യണം. കൊള്ളാലോ. ഐ വാണ്ട് ടു ബി എ ഫിലിം മേക്കർ. ഫിലിം മേക്കിംഗ് പെർസ്യൂ ചെയ്യണം, അത്രേ ഉള്ളൂ. ജോബ് കിറ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് ഓഫ് കോഴ്സ് എനിക്ക് മനസ്സിലായി എൻ്റെ സേവിങ്സ് ഒക്കെ കുറയും, ഇൻകം ഒന്നും വരില്ല മന്ത്ലി. പക്ഷെ എനിക്കറിയാം എനിക്ക് ഒരുപാട് സമയം കിട്ടും സിനിമ കാണാനും സിനിമ പഠിക്കാനും വായിക്കാനും. എനിക്കിത് പാഷൻ ഫോളോ ചെയ്യാൻ പറ്റും. എന്തായാലും കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യണം, പിന്നെ ഒരു ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ചെയ്യണം. എടാ നീ ചെയ്യേ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഫിലിം ക്ലബ്ബും വീഡിയോ എഡിറ്റിങ്ങും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തതല്ലേ? ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. റിയലി പ്രൗഡ് ഓഫ് യു ഡിയർ. താങ്ക് യു. ആക്ച്വലി ജോബിന് കയറിയപ്പോൾ തൊട്ട് ആലോചിക്കുന്നതാ ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുത്ത് സിനിമയ്ക്ക് വേണ്ടി ടൈം കൊടുക്കണം. പക്ഷെ കുറേ കാര്യങ്ങളോട് അതിങ്ങനെ നീണ്ടു പോയി. എന്തായാലും ഈ പ്രശ്നം കലക്കും. ഐ വിൽ ഡു ഇറ്റ്. എടാ ജോബ് കിട്ടിയതുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് നീ ആലോചിക്കണ്ട. നീ എന്തായാലും നിന്റെ പാഷൻ ഫോളോ ചെയ്യും. പിന്നെ ഞാനുണ്ടല്ലോ കൂടെ. സോ ഹാപ്പി ഫോർ യു. ഐ ലവ് യു. ഐ ലവ് യു ടു. ദിസ് മീൻസ് എ ലോട്ട്. സോ ക്യൂട്ട്. അതിപ്പോടെ ആർക്കറിയാത്ത എത്ര പിള്ളേർ പറഞ്ഞിരിക്കുന്നു. അയ്യടാ ഡാ കെട്ടിപ്പിടിച്ച് കിടക്കണ വേഗം വാടപ്പെട്ടി. സമ്മതിക്കൂല. പിന്നെ എന്തായാലും നീ സിനിമ സംവിധാനം ചെയ്യാൻ പോവല്ലേ? അപ്പൊ പിന്നെ ഞാനായിരിക്കല്ലോ നായകൻ അല്ലേ? പിന്നെ നീ തന്നെയാണ് നായകൻ. അല്ല ആര് വേണം നായിക? അത് പിന്നെ ഐശ്വര്യലക്ഷ്മി ആയ കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിനക്കറിയാലോ. നിനക്ക് റോളും ഇല്ല നായികയില്ല. അല്ലല്ല അതല്ല, ഇപ്പൊ എന്തായാലും എന്റെ നായിക നീ അല്ലേ? അല്ലേ അല്ലേ? ഏടാ നെഞ്ചിലീരം